നമസ്കാരം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി നൽകുന്ന പദ്ധതിയുടെ ഫയലിൽ ടിവികെ അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഒപ്പുവെച്ചു. കൂടാതെ സ്ത്രീ സുരക്ഷയ്ക്കായി ഒരു പ്രത്യേക സ്ക്വാഡും ലഹരിവിരുദ്ധ സ്ക്വാഡും രൂപീകരിക്കുന്നതിനുള്ള ഉത്തരവിലും പുതിയ മുഖ്യമന്ത്രി ഒപ്പിട്ടു. തന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നിർണായകമായ ഏതാനും ഫയലുകളിലാണ് അദ്ദേഹം ആദ്യമായി ഒപ്പുവെച്ചത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടത്തിയ ആദ്യ പ്രസംഗത്തിൽ താനൊരു മാലാഖയല്ല, സാധാരണക്കാരൻ മാത്രമാണെന്ന് സി ജോസഫ് വിജയ് പ്രഖ്യാപിച്ചു. താനൊരു രാജപരമ്പരയിൽ നിന്നോ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിന്നോ വന്നവനല്ല എന്നും ആ വേരുകളാണ് ജനങ്ങൾ തന്നെ അംഗീകരിക്കാൻ കാരണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി നടത്തിയ തന്റെ ആദ്യ പ്രസംഗത്തിൽ യുവ അനുയായികൾക്കൊരു വാഗ്ദാനം നൽകിക്കൊണ്ട് സി ജോസഫ് വിജയ് പറഞ്ഞതിങ്ങനെ: വിജയ് മാമ, നിങ്ങൾക്ക് നല്ലതെല്ലാം ചെയ്യും, നിങ്ങളാണ് എൻ്റെ ജീവൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തന്റെ പാർട്ടി പ്രവർത്തകരില്ലാത്ത താൻ ഒന്നുമല്ല എന്നും ടിവികെ അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു. ഇതൊരു പുതിയ തുടക്കമാണ്. യഥാർത്ഥവും മതേതരവും ആയ സാമൂഹിക നീതിയുടെ പുതിയൊരു കാലഘട്ടം ഇവിടെ ആരംഭിക്കുന്നു. നുണപ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ വഞ്ചിക്കില്ലെന്ന് പറഞ്ഞ വിജയ് യഥാർത്ഥ മതേതര സാമൂഹ്യ നീതിയുടെ ഒരു കാലഘട്ടത്തിനായി താൻ പ്രവർത്തിക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. തന്റെ ഭരണമികവ് വിലയിരുത്തുന്നതിന് ജനങ്ങൾ തനിക്ക് കൃത്യമായ സമയം നൽകണമെന്നും പുതിയ മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. എൻ്റെ സർക്കാരിൽ ഞാനല്ലാതെ മറ്റൊരു അധികാര കേന്ദ്രവും ഉണ്ടായിരിക്കില്ല, ഞാൻ മാത്രമായിരിക്കും ഏക അധികാര കേന്ദ്രമെന്ന് പ്രഖ്യാപിച്ചതിലൂടെ സർക്കാരിൻ്റെ നയങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്കായിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം പ്രകാരം 624 കോടി രൂപയുടെ ആസ്തിയാണ് വിജയ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ 213 കോടി രൂപ സേവിങ്സ് അക്കൗണ്ടുകളിലും 100 കോടി രൂപ ബാങ്ക് നിക്ഷേപങ്ങളുമാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി ഒരു ധവളപത്രം പുറത്തിറക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടിവികെക്ക് നൽകിയ വലിയ പിന്തുണയ്ക്ക് വിജയ് ജനങ്ങൾക്ക് നന്ദി പറഞ്ഞു. വിജയത്തിന്റെ ആവേശഭരിതവും വികാരനിർഭരവുമായ പ്രസംഗം ആരംഭിച്ചത് "എൻ നെഞ്ചിൽ കുടിയിരിക്കും" എന്ന തമിഴ് പ്രയോഗത്തോടെയാണ്. എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നവരെ എന്നാണ് അർത്ഥം. മുൻകാലങ്ങളിൽ തന്റെ ആരാധകരെ അഭിസംബോധന ചെയ്യാൻ അദ്ദേഹം പലപ്പോഴും ഈ വാചകം ഉപയോഗിക്കാറുണ്ടായിരുന്നു. എന്തായാലും തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്കും തന്നോടൊപ്പം ചുമതലയേറ്റ 8 മന്ത്രിമാർക്കും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കുമൊപ്പം ഗ്രൂപ്പ് ഫോട്ടോയ്ക്കും പോസ് ചെയ്തു. സത്യപ്രതിജ്ഞ ചടങ്ങിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത്. വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സി ജോസഫ് വിജയ്ക്ക് അഭിനന്ദനങ്ങൾ. അദ്ദേഹത്തിന്റെ ഭരണകാലയളവിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ തമിഴ്നാട് സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു തുടരും എന്നാണ് പ്രധാനമന്ത്രി തന്റെ ട്വീറ്റിൽ കുറിച്ചത്. എന്തായാലും ഒരു സാധാരണക്കാരനായി ജീവിതം ആരംഭിച്ച വിജയ് രാഷ്ട്രീയ പാരമ്പര്യങ്ങളില്ലാതെ, രാജപാരമ്പര്യങ്ങളില്ലാതെ തമിഴ്നാടിൻ്റെ മണ്ണിൽ 59ഓളം വർഷം വരുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് അദ്ദേഹം തമിഴ്നാടിൻ്റെ CM ആയിരിക്കുന്നു. അപ്രതീക്ഷിത വിജയമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. എന്തായാലും തമിഴ്നാട്ടിൽ വിജയ് CM ആയി അധികാരത്തിലേറിയ ആദ്യ ദിവസം, ആദ്യ മണിക്കൂറിൽ തന്നെ അദ്ദേഹം തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകാനുള്ള തീരുമാനത്തിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് ഭരണം ആരംഭിച്ചത്.